Hello friends, Assalamu alaikum. It's me Shabina Riaz. Welcome back to me and UPPAZZ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാനിലോട്ട് 1 സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു പിഞ്ച് ഉലുവ എന്നിവ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് 10 ഉണക്കമുളകും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അത് പൊടിച്ചെടുക്കാം. അതിലോട്ട് 5 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തി വച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം മിക്സിയിലിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്തത് തന്നെ എടുക്കണം, 1/2 ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കിയ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടി പാനിൽ 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽട്ടായി വന്നതിന് ശേഷം 2 മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പു 3 എണ്ണം ഇട്ട് കൊടുക്കാം.
1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ അടിവശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഗ്രേവി നന്നായി തിക്കായിട്ടുണ്ട്. ആ വറുത്ത് പൊടിച്ച മസാലയും ചിക്കനും പശു നെയ്യുമൊക്കെ കൂടി ചേർന്നപ്പോഴുള്ള ആ മണമില്ലേ, ഒരു വല്ലാത്ത കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഇത് കാണാൻ മാത്രമല്ല മൊഞ്ച്, ഇത് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തന്നെ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നമ്മുടെ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളെല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.